സിറ്റീസ് അത്ര വലിയ പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവിചാരിതമായിട്ടാണല്ലോ യുദ്ധത്തിന്റെ ഈ വിഷയങ്ങളെല്ലാം വരുന്നതും അതിലേക്ക് നമ്മൾ ഒരു ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. നമ്മളെല്ലാവരും ആരെയും പ്രത്യേകമായിട്ട് ഒരു വിഭാഗത്തെ പറയല്ല, ജനങ്ങൾ പാനിക് ആയിട്ടുണ്ട് ഉണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ പെട്ടെന്ന് വരുന്നൊരു ചേഞ്ചാണത്. ഈ ചേഞ്ചിന്റെ പേരിൽ വന്നിട്ടുള്ള പ്രചരിച്ച കുറെ ന്യൂസുകളും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് വന്നതാണ്, അല്ലാണ്ട് പറ്റുന്നൊരു അസ്വാഭാവികമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് ഓയിൽ കമ്പനികളും ഒരു എംബറാസ്മെൻറ്റിലേക്ക് വന്നു, എന്ത് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താവും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ വളരെ ഡൈനമിക് ആയിട്ടുള്ളൊരു പ്ലാനിങ്ങിൽ കൂടെ എല്ലാ ഓയിൽ കമ്പനികളും ഇന്ന് പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ആക്കിയിട്ടുണ്ട്. ഇത് മാർച്ച് 3 ഈ പ്രശ്നം വരുമ്പോൾ ഇവരുടെ എല്ലാം കയ്യിൽ ഒരു 60 ദിവസത്തേക്കുള്ള സ്റ്റോക്കുണ്ട്. അത് വളരെ പബ്ലിക്കായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഗവൺമെൻറ് ത്രൂ അല്ലാതെയും. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആ ഒരു പ്രശ്നത്തിനകത്തൊരു ഒരു കരുതൽ അവർക്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓയിൽ കമ്പനികൾക്ക്. ഇന്ത്യൻ ഓയിലിനെ സംബന്ധിച്ച് ചെറിയൊരു ലാഗ് വന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു സോഫ്റ്റ്വെയറിലാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് വരെ അത് സോഫ്റ്റ്വെയർ കുറച്ച് ലാഗ് ചെയ്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സോഫ്റ്റ്വെയറിലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിലിപ്പോൾ അവർ വളരെ കഠിനമായി വർക്ക് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഹെഡുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അവർ അതിനകത്ത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്, പക്ഷേ എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പഴയതുപോലെ ഫാസ്റ്റായിട്ട് നമ്മൾ കസ്റ്റമറുടെ റീച്ചിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഈ DAC പോലുള്ള കാര്യങ്ങൾ, OTP പോലുള്ള കാര്യങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ, ബുക്കിംഗ് കയറണമെങ്കിൽ, അതുപോലെ സിസ്റ്റത്തിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എല്ലാം സോഫ്റ്റ്വെയർ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അത് വളരെ അത് കുറച്ച് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ വല്ലാതെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ വരാം അങ്ങയിലേക്ക്. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തിൽ? ഡൊമസ്റ്റിക്കിനെ സംബന്ധിച്ച് യാതൊരു ഒരു പ്രശ്നവുമില്ല. പിന്നെ കുറച്ച് പാനിക് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അത് ആശങ്ക. അത് ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആകെ 77 lakhs വെയിറ്റിംഗ് ലിസ്റ്റേ ഉള്ളൂ. ഇന്നലത്തെ അത് കഴിഞ്ഞ മൊത്തം ഇന്നലത്തെ ഡാറ്റ ഞാൻ പറയുന്നു. അപ്പൊ അത് 1 കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്നത് കുറഞ്ഞു. അപ്പൊ ഇപ്പൊ ആ സിറ്റുവേഷൻ ഡൊമസ്റ്റിക് കപ്പലുകളൊക്കെ വന്നു. കപ്പലുകൾ വന്നു എന്ന് പറഞ്ഞാൽ ആശ്വാസമായിട്ടുണ്ട്. അതുണ്ട്. ഒരു ദിവസത്തേക്കുള്ള സാധനം ഉള്ളെന്ന് പറഞ്ഞത് അല്ല. നമുക്ക് സ്ട്രാറ്റജിക് റിസർവ് 2 സ്ഥലത്തുണ്ട്. അതായത് പാടൂർ എന്നും പറഞ്ഞ് ഉടുപ്പിയടുത്തും വിശാഖപട്ടണത്തും. അവിടെ 60 ദിവസം ഇന്ത്യയിലെ എല്ലാ റീഫൈനറിയും ഓടിക്കാനുള്ള ക്രൂഡ് ഓയിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, മൊത്തമുണ്ട്. നമുക്ക് ടെൻഷന്റെ ആവശ്യം. നമുക്ക് ഒരു 60 ദിവസത്തേക്ക് നമുക്ക് ധൈര്യം. അതെ. പിന്നെ 42 സ്ഥലത്ത് നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ സോഴ്സ് ചെയ്യുന്നുണ്ട്. റഷ്യ ഉണ്ട്, ഇറാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. 100% ഒരു കമ്പനി ഒരു രാജ്യത്തെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ പരിഭ്രമത്തിന് യാതൊരു അവകാശവുമില്ല. പിന്നെ സുഹൃത്ത് പറഞ്ഞ പോലെ ഞങ്ങള് കമേഴ്ഷ്യലില് ചെറിയൊരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ഒട്ടും കൊടുക്കുക വ്യക്തമായ ആൻസർ വേണം. കാരണം ഇന്നൊരു 10 ഏജൻസിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളുടെ അസോസിയേറ്റ് നിർദ്ദേശിച്ച ഒരു കുറ്റി പോലും കൊടുക്കുന്ന എന്റെ ലെറ്റർ എന്നെ കാണിച്ചു തന്നു. ഞാൻ ലെറ്റർ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറയാം. ഞാൻ ഇവിടെ എത്തിക്കാം. ഇല്ല. കുറച്ച് ദിവസം കമേഴ്ഷ്യൽ ഞങ്ങൾ നിയന്ത്രണം ഒരു കുറ്റിയും കൊടുക്കാൻ ഇല്ല. ഇപ്പൊ തീർച്ചയായിട്ടും 24-ന് ഞാൻ എത്തിക്കാം. അതായത് 20% ആണ്. കഴിഞ്ഞ കൊല്ലം 10 സിലിണ്ടർ ഈ മാസം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹിസ്റ്റോറിക്കലിന് 20% 2 സിലിണ്ടറേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഒറ്റക്കുറ്റി എന്ന് പറയുന്നത് ശരിയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.